ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ ഓഫ് സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് യൂട്യൂബ് ചാനലിലൂടെയുള്ളതായ ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് പാഠം പഠിക്കുവാനും ചിന്തിക്കുവാനുമായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് വെളിപ്പാടിൻ്റെ അല്ലെങ്കിൽ ഉൽപ്പത്തി അടിസ്ഥാനം എന്നുള്ളതായ വിഷയത്തെ ആസ്പദമാക്കിയ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് ഉൽപ്പത്തി അടിസ്ഥാനം എന്നുള്ളതായ വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്നത് വിവാഹത്തിൽ നിന്നുള്ളതായ സദൃശ്യങ്ങൾ എന്നുള്ളതായ പാഠമാണ്. ഈ ആഴ്ച മൂന്നാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പഠനം തയ്യാറാക്കിയിരിക്കുന്നത് വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ളതായ വേദഭാഗം, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ളതായ വേദഭാഗം, എസെക്കിയേൽ പ്രവചനം 16-ാം അധ്യായം 4 മുതൽ 14 വരെയുള്ളതായ വേദഭാഗം, വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 4 വരെ, ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെ, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ളതായ വേദഭാഗങ്ങളിലാണ് ഈ ആഴ്ചത്തെ പഠനം തയ്യാറാക്കിയിരിക്കുന്നത്. മനപ്പാഠവാക്യം: പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നെഴുതുക എന്ന് പറഞ്ഞു. ഇത് സത്യവചനം എന്ന് എന്നോട് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യമാണ്. ഒരിക്കൽ കൂടി വായിക്കാം. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നെഴുതുക എന്ന് പറഞ്ഞു. ഇത് സത്യവചനം എന്ന് എന്നോട് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 9-ാം വാക്യം. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും കാക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ അടിയങ്ങൾ കടന്നു വരുന്നു. അങ്ങയുടെ വചനം പഠിക്കുവാൻ, അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നതായ വൻ കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിപ്പാൻ, കർത്താവെ, അങ്ങയുടെ പാദവൃന്ദത്തിൽ അടിയങ്ങൾ കടന്നു വരുന്നു. അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളെ ശക്തീകരിക്കണം. അടിയങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നതായ സകല സത്യങ്ങളെയും അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങൾ അത് കേട്ട് മനസ്സിലാക്കി അത് ഗ്രഹിച്ച് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ അടിയങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്രത്തോളം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ നല്ല ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം. അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് അടിയങ്ങളാഴമായി മനസ്സിലാക്കി ആ സ്നേഹത്തിൽ കർത്താവെ ഞങ്ങൾ എന്നും വസിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണം. അടിയങ്ങളുടെ ക്രോശങ്ങളെയും പാപങ്ങളെയും ക്ഷമിച്ച് അവിടുന്ന് ഉത്തരം നൽകുമാറാകണം. യേശു മൂലം തന്നെ ചോദിക്കുന്ന കർത്താവെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൻ്റെ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ, തിരുവെഴുത്തിൽ ദൈവത്തിന് തൻ്റെ ജനത്തിനോടുള്ളതായ സ്നേഹത്തെ, അതുപോലെ അവരെ രക്ഷയെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തെ തിരുവെഴുത്തിൽ അനേക പ്രേമ കഥകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ കഥകളെല്ലാം തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തെ ശക്തമായി വെളിപ്പെടുത്തത്തക്ക രീതിയിൽ
എഴുതപ്പെട്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് വിവാഹത്തെ സംബന്ധിച്ച് ദൈവത്തിന് മനുഷ്യനോടുള്ളതായ സ്നേഹം, ദൈവത്തിൻ്റെ സഭയോടുള്ളതായ സ്നേഹം അത് വെളിപ്പെടുത്തത്തക്കവണ്ണം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ വിവാഹ ജീവിതത്തിൽ നാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണെങ്കിൽ യഥാർത്ഥമായി അത് നമ്മെ ഗ്രഹിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സഭയോടുള്ളതായ സ്നേഹം, തൻ്റെ സൃഷ്ടിയോടുള്ളതായ സ്നേഹം അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. മാനവരാശിയോടുള്ള ദൈവത്തിൻ്റെ ആ മനോഭാവത്തെ അവിടെ ശക്തമായി വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുമാത്രമല്ല, ദൈവം എന്തുമാത്രം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ വീണ്ടെടുക്കുവാൻ തക്കോണം ഏത് അറ്റം വരെ പോകുമെന്ന് ഈ ഒരു ചിത്രത്തിലൂടെ, വിവാഹ ജീവിതത്തിൻ്റെ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 1 മുതൽ നാം വായിക്കുമ്പോൾ അവിടെ 10 കന്യകമാരുടെ ഉപമ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത് ഇതുപോലെ ഒരു മണവാട്ടിയുടെ മണവാളൻ്റെയും കഥയാണ്. അവിടെ 10 കന്യകമാരിൽ 5 കന്യമാർ വിളക്കോടുകൂടെ എണ്ണയെടുത്തു. എന്നാൽ 5 കന്യമാർ വിളക്കോടുകൂടെ എണ്ണയെടുത്തില്ല, മണവാളൻ വരുന്നതിന് അവർ കാത്തിരുന്നു എന്ന് അവിടെ ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ബൈബിളിൽ അനേക സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സഭയോടുള്ള സ്നേഹത്തെ ചിത്രീകരിക്കുവാൻ ഇതുപോലുള്ളതായ ഉപമകളും കഥകളും പറഞ്ഞിരിക്കുന്നത് നമുക്ക് ധാരാളമായിട്ട് കാണുവാൻ സാധിക്കുന്നു. വിവാഹത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമുള്ള ആധുനിക ധാരണ, ദൈവം വിവാഹ ഉടമ്പടിയിലൂടെ നമ്മെ എന്തു പഠിപ്പിക്കുവാൻ ഉദ്ദേശിച്ചോ അതിൽ നിന്ന് മനുഷ്യ ജീവിതം തകിടം മറിച്ചു. മനുഷ്യൻ്റെ പാപജീവിതം ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ തകിടം മറിച്ചുവെങ്കിലും ഇന്നും വിവാഹ ജീവിതം ദൈവത്തിൻ്റെ സത്യത്തെക്കുറിച്ചും പ്രവചനിക സത്യത്തെക്കുറിച്ചും വെളിപ്പെടുത്തുവാൻ മതിയായതാണ്. വിവാഹമാകുന്ന കലാലയത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ, അതിൽ സന്തോഷം കണ്ടെത്തുവാൻ ശനിയാഴ്ചത്തെ പാഠം നാം പഠിക്കുന്നത് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ മനുഷ്യൻ്റെ രക്ഷയെയും അതുപോലെ മനുഷ്യരാശിയോടുള്ളതായ ദൈവത്തിൻ്റെ സ്നേഹത്തെയും ശക്തമായി വെളിപ്പെടുത്തുന്നതായ അനേക പ്രേമ കഥകൾ അടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹം എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തെ ശക്തമായി വെളിപ്പെടുത്തുന്ന ഒന്നാണ്. ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം ഏതൊരറ്റം വരെ പോകും എന്ന ഈ ഒരു കാര്യം അത് ശക്തമായി വെളിപ്പെടുത്തുന്നു. ആധുനിക ലോകത്ത് സ്നേഹത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമുള്ള നമ്മുടെ ധാരണ, ദൈവം വിവാഹ ഉടമ്പടിയിലൂടെ എന്ത് നമ്മെ പഠിപ്പിക്കുവാൻ ഉദ്ദേശിച്ചോ ആ ഉദ്ദേശത്തെ തന്നെ തകർക്കുന്നതായ ഒന്നാണ്. മനുഷ്യൻ്റെ പാപം നിമിത്തം താറുമാറായതായ ഈ വിവാഹ ജീവിതം ഒരുപക്ഷെ ദൈവത്തിൻ്റെ സ്നേഹമെന്ന സത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രവാചക സത്യത്തെക്കുറിച്ച് വളരെ ശക്തമായി വെളിപ്പെടുത്തുവാൻ മതിയായതാണ്. വിവാഹത്തിൽ ഉള്ളതായ സന്തോഷത്തേക്കാൾ ഈ വിവാഹ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ നാം മനസ്സിലാക്കുന്നത് ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ളതായ സ്നേഹത്തെക്കുറിച്ചാണ്. ഈ ആഴ്ചയിൽ തിരുവചനത്തിൽ വിവാഹത്തെക്കുറിച്ചുള്ളതായ നല്ലതും തീയതുമായിട്ടുള്ളതായ
അനേക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും അതിലൂടെ നമ്മുടെ വീഴ്ചയെക്കുറിച്ച്, അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് അത് പഠിക്കുവാൻ തക്കവണ്ണം അത് നമ്മെ സഹായിക്കുന്നു. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഒരു ദേഹം. ദൈവത്തിന് മനുഷ്യനോടുള്ളതായ സ്നേഹ രൂപ അലങ്കാരങ്ങളാൽ ദൈവത്തിന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് വിവാഹത്തേക്കാൾ ഉപരിയായി മനുഷ്യൻ്റെ ഉള്ളതായ സൗഹൃദ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇതേറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. ഒരു വേദവിദ്യാർത്ഥിയെ സംബന്ധിച്ച് ദൈവം എന്തിനാണ് ഇതുപോലുള്ളതായ രൂപാലങ്കാരങ്ങളാൽ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം ഈ ഒരു കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നമ്മളിത് ശരിയായ വണ്ണം ദൈവത്തിനും മനുഷ്യവർഗത്തോടുള്ളതായ ബന്ധത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 25 വരെയുള്ളതായ വേദഭാഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അവിടെ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ഞാനൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ആദാമിന് ദൈവം ഒരു ഗാഠനിദ്ര വരുത്തി അതിൻ്റെ വാരികളിൽ നിന്ന് ഒന്നെടുത്ത് ഒരു രൂപമുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഉണ്ടാക്കി മനുഷ്യന് മുമ്പിൽ കൊണ്ടു നിർത്തി. അപ്പോൾ ആദാം പറയുകയാണ്, ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നും മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്നെടുത്തിരിക്കുക, ഇവൾക്ക് നാരി എന്ന് പേരാകും. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വേർപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവർ ഇരുവരും ഒരു ദേഹമായി തീരും. രണ്ടായിട്ടല്ല അവിടെ കാണുന്നത്, ഒരു ദേഹമായി തീരും. ദൈവം യോജിപ്പിച്ചതിനെ നമ്മൾ വേർപിരിക്കരുത്. വിവാഹ ജീവിതം എന്ന് പറയുന്നത് മരണം വരെയുള്ളതായ ജീവിതമാണ്. ചിലപ്പോൾ ചില കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങൾ മൂലം നമ്മൾ ഭാര്യയെ വേർപിരിയുവാൻ തക്കവണ്ണം ഉദ്ദേശിക്കും. പക്ഷെ ദൈവഹിതത്തിനൊത്തവണ്ണം നാം ചിന്തിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. എഫെസ്യർ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 29 മുതൽ 32 വരെ നാം വായിക്കുമ്പോൾ അവിടെ ഈ വണ്ണം ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്ര ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകും. ഇവിടെ ഭാര്യ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയേണ്ടത് ഈ ഒരു രീതി നാം മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കപ്പെടും. ഭാര്യയെ സ്വന്തം ശരീരം പോലെ നാം സ്നേഹിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുവാൻ തക്കവണ്ണമുള്ളത്. ഭാര്യയെ ചവിട്ടിത്താഴ്ത്തേണ്ടതായ ഒന്നല്ല, അതുപോലെ ഭർത്താവിനെ ചവിട്ടിത്താഴ്ത്തേണ്ടതായ ഒന്നല്ല. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം, ഭയപ്പെടണം എന്ന് ദൈവം പറയുന്നു. ഒരു പ്രത്യേക കാര്യം കൂടെ നാം മനസ്സിലാക്കണം. ഭാര്യയെ അല്ലെങ്കിൽ സ്ത്രീയെ ഉണ്ടാക്കിയത് പുരുഷൻ്റെ ഭാര്യയിൽ നിന്നാണ്, തലയിൽ നിന്നല്ല. അല്ലെങ്കിൽ സ്ത്രീ പുരുഷനെ ഭരിക്കുവാൻ തക്കോണം തലയിൽ നിന്നല്ല എടുത്തത്, മറിച്ച്
പുരുഷൻ്റെ അടിമയായി ജീവിക്കുവാൻ തക്കോണം കാലിൽ നിന്നല്ല എടുത്തത്, മറിച്ച് അരയിൽ നിന്ന് അല്ല മറിച്ച് വാരിയിൽ നിന്നാണ്. അത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. പരസ്പരം ബഹുമാനത്തോടെ നാം കാണണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പരസ്പരം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യണം എന്നാണ്. നമ്മൾ വിവാഹ ഉടമ്പടി ചെയ്യുമ്പോൾ മരണം വരെ എന്തു വന്നാലും പിരിയുവാൻ പാടില്ല എന്നുള്ളതായ ഉടമ്പടിയോട് കൂടെയാണ് നമ്മൾ വിവാഹ ഉടമ്പടി ചെയ്യുന്നത്. മരണം വരെ ആണ് ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത്. കർത്താവ് പറയുന്നത് പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇസ്രായേൽ മക്കൾ ജീവിതത്തിൽ അവിടെ അനേക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവരത് കർത്താവായ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് പറയുകയാണ്. 19 അധ്യായം 7 വാക്യം വായിക്കുന്നത്, അവൻ അവനോട് എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്തെന്ന് ചോദിച്ചു. ഇവിടെ ഈ പരീശന്മാർ കർത്താവിൽ നിന്ന് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുവാൻ, കർത്താവിൽ നിന്ന് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുവാനായിട്ട് ചോദിച്ച ചോദ്യമാണ്. കാരണം യേശു പഠിപ്പിക്കുന്നത് വേദത്തിന് വിപരീതമാണ് എന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മോശ തിരുവഴുത്തിലൂടെ പറഞ്ഞ ആ മറ്റൊരു പ്രവാചകനാണ് യേശു ക്രിസ്തു. ആ പ്രവാചകന്റെ വാക്ക് നിങ്ങൾ കേൾക്കണമെന്ന് അവരോട് മോശ കൽപ്പിച്ചിരുന്നു. പക്ഷെ ആ പ്രവാചകന്റെ വാക്ക് പോലും അവർ മോശയുടെ വാക്കും കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ പ്രവാചകന്റെ വാക്ക് തകർത്ത് കളയുവാൻ തക്കവണ്ണം അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശു അവർക്ക് മറുപടി കൊടുക്കുകയാണ്. യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടത്രേ മോശ അങ്ങനെ നിങ്ങളോട് കൽപ്പിച്ചത്. പരസംഗത്താലല്ലാതെ ആരും ഭാര്യമാരെ ഉപേക്ഷിക്കരുത് എന്നാണ്. ചിലർക്ക് വളരെയേറെ സംശയങ്ങൾ തോന്നും. ആ സംശയത്തിൻ്റെ പേര് പലരും ഉപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ വളരെ സൂക്ഷിക്കണം. ദൈവം നമ്മെ കാണുന്നു എന്നും ദൈവം നമ്മെ കാണുന്നു, ദൈവം നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം എപ്പോഴും ഓർത്തുകൊള്ളണം. കാരണം നമ്മളെല്ലാവരും ബലഹീനത, നമ്മുടെ കുറ്റം മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവം കാണുന്നുണ്ട്. അതിൽ ദൈവം നമ്മെ ന്യായം വിധിക്കും. നമ്മൾ ചെയ്യുന്നത്, ശരീരത്തിൽ നാം ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ അതിന് എല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടതായ ഒരു നാൾ സമീപിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയും. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ വിവാഹ ജീവിതം താറുമാറായി കിടക്കുന്നതായ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദൈവം വെച്ചതായ അടിസ്ഥാനങ്ങളെ ഒക്കെ തകർത്ത് കളഞ്ഞ് ജീവിക്കുന്നതായ ഒരു സാഹചര്യം. പാപത്തിനു മുമ്പ് ഏദൻ തോട്ടത്തിൽ നൽകപ്പെട്ടതായ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് വിശുദ്ധ വിവാഹം, ഒന്ന് വിശുദ്ധ ശബത്ത്. ഇന്ന് ലോകം ആക്രമിച്ചിരിക്കുന്നത് ഈ 2 കാര്യങ്ങളിലാണ്. ഇന്ന് ലോകത്തിൽ നോക്കാമെങ്കിൽ ഈ ദൈവം വെച്ചിരിക്കുന്നതായ ഈ ഒരു വിശുദ്ധ കർമ്മത്തിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം അത് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. അതെല്ലാം ഇന്ന് അന്ത്യകാലത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു കാര്യമാണ്. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ നാം കൂടുതലായി ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. കൂടുതലായി ദൈവം നമ്മോട് കൽപ്പിച്ചതായ ആ കൽപ്പന പ്രകാരം നാം ജീവിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അന്ത്യകാലഘട്ടത്തിൽ വിവാഹ ജീവിതം പോലെ തന്നെ ദൈവം പാപം ലോകത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് സ്ഥാപിച്ചതായ ശബത്ത്, വിശുദ്ധ ശബത്ത്, 7-ാം ദിനമായ ശബത്തിനെതിരെയുള്ളതായ പ്രശ്നങ്ങളും ഉടലെടുക്കും. എന്നാൽ അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ കാണുവാൻ കഴിയും ഞായറാഴ്ചയാണ് ആരാധന
ദിവസമായിട്ട് മനുഷ്യൻ കൊണ്ടുപോകുന്നത് ദൈവികമല്ല, മറിച്ച് മാനുഷികമാണ്. അത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, മനുഷ്യനെന്ന് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ദൈവ നിയമത്തെ വികലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതായ ഈ ദിവസങ്ങളിൽ നാം കൂടുതലായി ദൈവം എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹപ്രകാരമായിരിക്കണം നാം ജീവിക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് രണ്ട് അപൂർണരായ വ്യക്തിത്വങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതാണ്. അതുമൂലമുണ്ടാകുന്നതായ പിരിമുറുക്കങ്ങൾ അനേകമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പൂർണ്ണനായ രക്ഷകനായ യേശു ക്രിസ്തുവും അപൂർണതയുള്ളതായ സഭയും തമ്മിലുള്ളതായ ബന്ധം, അല്ലെങ്കിൽ മണവാട്ടിയും തമ്മിലുള്ളതായ ബന്ധം, അത് ചിത്രീകരിക്കുന്നത് ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ളതായ സ്നേഹത്തെയാണ്. അവിടെ ദൈവം അല്ലെങ്കിൽ ക്രിസ്തു എങ്ങനെയാണ് സഭയോട് തെറ്റുകളെ ക്ഷമിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ, ക്രിസ്തു എങ്ങനെയാണ് സഭയോട് അവരുടെ തെറ്റുകളെ ക്ഷമിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ, ക്രിസ്തു എങ്ങനെയാണ് സഭയെ കരുതുന്നത് എന്നതുപോലെ നാം എന്ത് ചെയ്യണം? നമ്മുടെ പങ്കാളികളെ സ്നേഹിക്കണം, കരുതണം. ക്രിസ്തു നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കുന്നത് പോലെ നമ്മുടെ പങ്കാളികളുടെ തെറ്റുകളും നാം ക്ഷമിച്ചു കൊടുക്കണം. അവളെ പൂർണ്ണമായി സ്വീകരിക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. അങ്ങനെയെങ്കിൽ അനേക പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുന്ന അനേക പ്രശ്നങ്ങൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഒന്നിച്ച് സന്തോഷത്തോടു കൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ക്രിസ്തു സഭയിൽ സന്തോഷിക്കുന്നത് പോലെ നമുക്ക് പങ്കാളിയുമായി സന്തോഷത്തോടു കൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മുടെ വിവാഹ ജീവിതത്തിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ അത് നമ്മെ സഹായിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കും മനസ്സിലാക്കും. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ സുന്ദരിയായ മണവാട്ടി, എസെക്കിയേൽ പ്രവചനം 16-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ആരാൽ ഉപേക്ഷിക്കപ്പെട്ടതായ ഒരു കുഞ്ഞിൻ്റെ കഥ അവിടെ പറഞ്ഞിരിക്കുന്നു. വെളിമ്പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെട്ടതായ ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തി അവൾ വലുതായി സുന്ദരിയായി തീർന്നു. അവളെ ആഭരണഭൂഷാദികൾ അണിഞ്ഞു അലങ്കരിച്ചു. വിവാഹപ്രായമായി വിവാഹം കഴിച്ചു. അങ്ങനെ സുന്ദരിയായ ഒരു യുവതിയെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. ഇത് ഇസ്രായേൽ സഭയെക്കുറിച്ചാണ് ദൈവം അവിടെ പറയുന്നത്. ഇസ്രായേലും ദൈവവും തമ്മിലുള്ളതായ ബന്ധത്തെ ചിത്രീകരിച്ചു കൊണ്ടുള്ളതായ ഒരു കഥയാണ് നമുക്ക് യെശയ്യാ പ്രവചനം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുവാൻ കഴിയുന്നത്. ഇസ്രായേലിൻ്റെ സൗന്ദര്യം, ഈ സൗന്ദര്യത്തിൽ മതിമറന്ന് ശേബാരാജ്ഞി കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സൗന്ദര്യം ഇസ്രായേലിന് കൊടുത്തത് ദൈവമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ പ്രശംസയ്ക്ക് പാത്രമായി തീർന്നു. അവരുടെ വളർച്ചയ്ക്ക് കാരണം ദൈവമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം ഇവിടെ വിശേഷിപ്പിക്കുകയാണ്. അവിടെ പറയുകയാണ്, ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണമായി. ഈ ഒരു കാര്യം വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നതായ ഒരു വിഷയമാണ്. ദൈവത്തിൻ്റെ മണവാട്ടി സുന്ദരിയാണ്. അവിടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടല്ല, ദൈവം അവിടെ മേൽ കൊടുത്തതായ കാരുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെയും ഇസ്രായേൽക്ക് ലഭിച്ചത് എന്ന് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ സ്നേഹം, ഇസ്രായേൽ പലവട്ടം ദൈവത്തെ ഉപേക്ഷിച്ചു പോയെങ്കിലും, ദൈവകൽപ്പന മറുത്തു ജീവിച്ചുവെങ്കിലും ദൈവം അവരെ കൈവിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും.
അവർക്ക് ചെറുതായ ശിക്ഷകൾ നൽകിയെങ്കിലും ദൈവം അവരെ പൂർണ്ണമായി ഉപേക്ഷിച്ചില്ല. വേറൊരു പറയുന്നത്, അതുകൊണ്ട് ഇസ്രായേലെ നിങ്ങൾ മുടിയാതിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവം തൻ്റെ പൂർവ്വപിതാക്കന്മാർക്ക് കൊടുത്തതായ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് കൊടുത്തതായ വാഗ്ദത്തം അവരുടെ മേലുണ്ടായിരുന്നു. യെരൂശലേം നശിക്കുവാൻ കാരണം അത് ഇസ്രായേൽ മക്കളുടെ അഹങ്കാരം കൊണ്ടായിരുന്നു. അന്ന് യെരൂശലേം നശിക്കുമ്പോൾ മഹത്വം നമ്മെ വിട്ടുപോയി എന്നാണ് അവർ നിലവിളിച്ചത്. യെരൂശലേം അവരുടെ മഹത്വമായിരുന്നു. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തെ അവർ മറത്ത് ജീവിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് നഷ്ടമായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇന്നും ദൈവം ഇസ്രായേൽ മക്കളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല. അവർ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നെങ്കിൽ തീർച്ചയായും അവർ രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മെ എത്രമാത്രം കരുതുന്നു എന്ന് നാം ചിന്തിക്കുക. ഇതൊന്നും നമ്മുടെ നീതി പ്രവൃത്തികളോ ഒന്നുകൊണ്ടല്ല, മറിച്ച് കർത്താവ് തൻ്റെ നീതിയാൽ നമ്മെ മൂടിയിരിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ തേജസ്സിനാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ഏറ്റവും വലിയതാണ്. പക്ഷേ നാം മാനസാന്തരപ്പെട്ട് കർത്താവിനെ പൂർണ്ണരക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൽ തന്നെ ആശ്രയിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവ സ്നേഹത്തെ രുചിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച്, അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് ലോകത്തിൽ പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണം. നാം ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് ദൈവം പറഞ്ഞു. കാരണം ദൈവം അതിനു വേണ്ടിയാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ, വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൽ നാം പൂർണ്ണമായി ആശ്രയിച്ചാൽ തീർച്ചയായും ദൈവത്തിന് വേണ്ടി ലോകത്തിൽ പ്രകാശം ചൊരിയുവാൻ നമുക്ക് സാധിക്കും. അതിന് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ചൊവ്വാഴ്ചത്തെ പാഠത്തേക്ക് നാം കടന്നു വരാം. ഹോശേയയുടെ പരസംഗം ചെയ്യുന്ന ഭാര്യ. ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിട്ട് പരസംഗം ചെയ്തപ്പോൾ, വിഗ്രഹാരാധന നടത്തിയപ്പോൾ, ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദേശത്തുള്ളതായ ദൈവങ്ങളെ ആരാധിച്ചു പോകുന്നതായ സന്ദർഭങ്ങൾ, അവരുടെ മക്കളെ അതിന് ബലിയായി കൊടുക്കുന്നതായ, അതുപോലെ അഗ്നിപ്രവേശനം ചെയ്യുന്നതായ കാര്യങ്ങളൊക്കെ വെച്ച് ദൈവം ഹോശേയ പ്രവാചകനോട് ഒരു വേശ്യയായ സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ പറയുന്നു. അല്ലെങ്കിൽ പരസംഗം ചെയ്യുന്നതായ ഒരു സ്ത്രീയെ കരുതിക്കുട്ടി വിവാഹം കഴിക്കുക എന്ന് നിർദ്ദേശിക്കുന്നു. ഇവിടെ ദൈവം എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? മനുഷ്യൻ്റെ പാപം, അതിൻ്റെതായ പ്രത്യാഘാതം എന്താണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം ഹോശേയ പ്രവാചകനെ ഉപയോഗിച്ചു. ദൈവം ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തുവെങ്കിലും അവർ പലപ്പോഴായും ദൈവത്തെ വഞ്ചിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എങ്കിലും ദൈവം അവരോട് കൂടുതലായി അവരമ്പരപ്പിക്കുന്ന രീതിയിൽ ദൈവം അവരെ വീണ്ടെടുത്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ഹോശേയ പ്രവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്, അന്ത്യകാലത്ത് ജീവിക്കുന്നവരായ നാം, പഴയ നിയമ ക്രിസ്ത്യാനികൾ, പഴയ നിയമ ഇസ്രായേൽ ആവർത്തിച്ചതായ തെറ്റുകൾ പുതിയ നിയമ ക്രിസ്ത്യാനികൾ ആവർത്തിക്കുവാനിടയുണ്ട് എന്നതാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ക്രൈസ്തവ ചരിത്രം പഠിക്കുമ്പോൾ ക്രിസ്ത്യാനിത്വം വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കുസ്തുന്തിനോസ് ചക്രവർത്തി മതപരിവർത്തനം ചെയ്തതായ സന്ദർഭത്തിൽ ജാതികളുടെ ആരാധന, സൂര്യദേവൻ്റെ ആരാധന ക്രൈസ്തവത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇന്നും ക്രിസ്ത്യാനികൾ പഴയ നിയമ ഇസ്രായേലിന് തുല്യമായിട്ടുള്ളതായ പാപങ്ങൾ ചെയ്തു പോരുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇത് അന്ത്യകാലം
ന്യായവിധി ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് നമ്മെ വിരൽ ചൂണ്ടുന്നു. ഇസ്രായേൽ മക്കൾ, പഴയ നിയമ ഇസ്രായേൽ മക്കൾ ചെയ്തതായ തെറ്റുകൾ ഇന്ന് ക്രിസ്തുവിൻ്റെ അനുയായികൾ ചെയ്യുവാനിടയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പുതിയ നിയമ ക്രിസ്ത്യാനികൾ വിഗ്രഹാരാധനയിലേക്ക് പോകുവാനിടയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം മുൻകൂട്ടി പറയുകയാണ്. ക്രൈസ്തവ ചരിത്രം പഠിക്കുമ്പോൾ കുസ്തന്തിനോസ് ചക്രവർത്തി ക്രിസ്ത്യാനിയായി തീർന്നപ്പോൾ സൂര്യദേവനെ ആരാധിച്ചിരുന്നതായ ആ ആചാരങ്ങൾ ക്രിസ്ത്യാനിത്വത്തിലേക്ക് കൊണ്ടുവരികയും 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ സഭ അവർക്ക് ഗണ്യമായ നേട്ടം ലഭിക്കുവാൻ തക്കവാണ് കുസ്തന്തിനോസ് ചക്രവർത്തിയെ സമീപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കുസ്തന്തിനോസ് ചക്രവർത്തി മതപരിവർത്തനം ചെയ്തു, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി തീർന്നപ്പോൾ അവിടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ ക്രൈസ്തവത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വിഗ്രഹാരാധന ക്രിസ്ത്യാനികളുടെ ഇടയിലും നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തുവിനോടുള്ളതായ നമ്മുടെ ആ സ്നേഹബന്ധം അവിടെ തകിടമറിയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം ദൈവം ആഗ്രഹിക്കും. ഇന്നും ക്രൈസ്തവം അന്ധകാരത്തിൽ അലഞ്ഞു നടക്കുകയാണ്. സത്യം എന്താണെന്ന് അവർക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. കാരണം അങ്ങനെ ആയിത്തീർന്നത് ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായിട്ട് പഠിക്കാത്തത് മൂലമാണ്. പരിജ്ഞാനം ഇല്ലായ്മ കൊണ്ട് എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിക്കാത്തത് മൂലം അവർ പലരും ജ്ഞാനമില്ലാത്തവരാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെക്കുറിച്ച് ശരിയായ വണ്ണം ഒരു ധാരണ നമുക്കുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ ദിനം പ്രതി പഠിച്ചേ മതിയാവും. അങ്ങനെ പഠിച്ച് ജീവിക്കുകയാണെങ്കിൽ സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നാം വായിക്കുമ്പോൾ ദൈവം പറയുകയാണ്, അവളുടെ പാപങ്ങളിൽ ഓഹരിക്കാരായി തീരാതിരിക്കുവാൻ ഗുണം അവളെ വിട്ട് ഓടിപ്പോകുവീനെന്ന് ദൈവം പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ നശിച്ചു കാണുവാൻ ദൈവത്തിന് ഇഷ്ടമില്ല. അവർ അകപ്പെട്ടതായ ആ ചതിക്കുഴിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ദൈവം പറയുകയാണ്. ഇസ്രായേൽ മക്കൾ പാപം ചെയ്തപ്പോൾ അവരാ പാപത്തിൽ നിന്ന് മാറിപ്പോവാൻ, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് അകന്നു മാറുവാൻ തക്കവണ്ണം ദൈവം അവരോട് എപ്പോഴും സൂചനകൾ അല്ലെങ്കിൽ സന്ദേശം കൊടുക്കുമായിരുന്നു. എപ്പോഴും ദൈവം ഇസ്രായേൽ മക്കൾ ആ പാപത്തിൽ നിന്ന് അകലുവാൻ തക്കവണ്ണം ദൈവം അവരുടെ പാപത്തെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ അവരുടെ പാപത്തെ മനസ്സിലാക്കി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ എല്ലായ്പ്പോഴും പ്രവാചകന്മാരാൽ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പുതിയ നിയമ ക്രിസ്ത്യാനികൾക്കും ദൈവം ഇതേ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ട് ഓടിപ്പോരുവീൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് നാം നോക്കുമ്പോൾ ലോകം അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും നിയമലംഘനങ്ങൾ പെരുകി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ലോകത്തിൻ്റെ ന്യായവിധി അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഉണർവുള്ളവരായി തീരണം. ഉറക്കം വിട്ടുണരുവാൻ നാഴിക വന്നിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ച് ദൈവത്തിൻ്റെ വചനം പഠിച്ച് നിശ്ചയമുള്ളവരായിരിക്കണം. വരുവാനുള്ളവൻ വേഗം വരും. പക്ഷേ നാം ദൈവത്തിൻ്റെ വചനം പഠിച്ച് ദൈവത്തിൻ്റെ രാജ്യത്ത് പോകുവാൻ ഒരുക്കമുള്ളവരായി നാം ജീവിക്കണം. ബുധനാഴ്ചത്തെ പാഠത്തേക്ക് നാം കടന്നു വരുമ്പോൾ ഇസഹാക്കും റബക്കയും അബ്രഹാം വൃദ്ധനായ ശേഷം തൻ്റെ ദാസനായ എലിയാസറിനെ വിളിച്ച്
ഏലിയാസറിനെ കൊണ്ട് ഉടമ്പടി ചെയ്യിച്ച് തൻ്റെ മകന് വേണ്ടി, ഇസഹാക്കിന് വേണ്ടി, തൻ്റെ ചാർച്ചക്കാരുടെ അടുക്കൽ നിന്ന് ഒരു ഭാര്യയെ കണ്ടെത്തുവാൻ പറയും. നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കും, എന്തുകൊണ്ടാണ് അടുത്തുള്ള കനാന്യരുടെ അടുക്കൽ നിന്ന് തൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യയെ എടുക്കാഞ്ഞത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കനാന്യരുടെ ജീവിതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ കനാന്യർ വിഗ്രഹാരാധനക്കാരായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെ നാം വായിക്കുമ്പോൾ, ചുറ്റും പറക്കുന്ന കന്യാന്യരുടെ കന്യകമാരിൽ നിന്ന് എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എൻ്റെ ദേശത്ത് എൻ്റെ ചർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകന് ഇസഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും എന്നാണ് അബ്രഹാം അവിടെ പറയുന്നത്. അപ്പോൾ ഇണയില്ല പിണ കൂടരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിവാഹം കഴിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിലുള്ളവരെ ആയിരിക്കണം. നാം അവിശ്വാസികളെ വിവാഹം ചെയ്യുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തിന് യോജിച്ചു പോരുകയില്ല. അപ്പം ഇവിടെ അബ്രഹാം ഈ ഒരു കാര്യം അവിടെ വ്യക്തമാക്കുകയാണ്. അവരുടെ വിശ്വാസത്തിന് യോജിച്ചതായ ഒരു ഭാര്യയെ തൻ്റെ മകന് വേണ്ടി എടുക്കണം. നമുക്ക് തിരുവെഴുത്തുന്ന പഠിക്കുമ്പോൾ ശലോമോ ജ്ഞാനി സകല ദേശത്തു നിന്നും ഭാര്യമാരെ എടുത്തു. എന്നാൽ നമ്മൾ അവിടെ പഠിക്കുന്ന സമയത്ത് ശലോമോൻ ജ്ഞാനിയുടെ അവസാന കാലഘട്ടത്തിൽ ഈ ശലോമോൻ രാജാവ് തൻ്റെ ഭാര്യയുടെ ഹിതത്തിന് വഴങ്ങി അല്ലെങ്കിൽ ഇഷ്ടത്തിന് വഴങ്ങി വിഗ്രഹങ്ങളെ സേവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വിഗ്രഹത്തിന് മുമ്പിൽ തല വണക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പലപ്പോഴും നാം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചവരായിരിക്കാം, ദൈവശക്തി എന്താണെന്ന് രുചിച്ച് അറിഞ്ഞവരായിരിക്കാം. പക്ഷേ നമ്മൾ അവിശ്വാസികളെ വിവാഹം കഴിച്ചതിൻ്റെ ഫലമായി നമ്മൾ ചിലപ്പോൾ എന്തു ചെയ്യും? വിഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ജീവിതം നയിച്ചു എന്ന് വരാം. അതുകൊണ്ടാണ് അബ്രഹാം അവിടെ പറഞ്ഞത്, എൻ്റെ ദേശത്ത് പോയി എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ മകന് ഒരു ഭാര്യയെ എടുക്കുവാൻ തക്കവണ്ണം ഇവിടെ നിർദ്ദേശിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയും, നിങ്ങൾ ഇണയില്ല പിണ കൂടരുത് എന്ന് അവിടെ വ്യക്തമാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അന്ധകാരത്തിന് വെളിച്ചത്തോട് എന്ത് ചർച്ച എന്നാണ് ദൈവം ചോദിക്കുന്നത്. അതുകൊണ്ട് പുരാതന ഇസ്രായേലിൽ അവരവരുടേതായ സമൂഹത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ, വിശ്വാസികളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 57 മുതൽ 67 വരെ നാം വായിക്കുമ്പോൾ, അബ്രഹാമിൻ്റെ വിശ്വാസം പോലെ അബ്രഹാമിൻ്റെ മകന് ദൈവം ഒരു തുണയെ കണ്ടെത്തുവാൻ തക്കവണ്ണം അവിടെ ഇടയാക്കി എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ആ അബ്രഹാമിൻ്റെ വിശ്വാസം പോലെ അവർക്ക് വന്നു ഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നാം പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ച് പോരുമ്പോൾ ദൈവം സകല കാര്യങ്ങൾക്കും വഴിയൊരുക്കും. സകല നമുക്ക് തടസ്സമാണ് എന്ന് കാണുന്നതായ വഴിയെല്ലാം ദൈവം തുറന്നു തരും. പക്ഷെ നാം പൂർണ്ണമായി അബ്രഹാമിന് എങ്ങനെ ദൈവത്തിലുള്ള വിശ്വാസം എങ്ങനെയാണോ അതേപോലെ നാം വിശ്വാസമുള്ളവരായി ജീവിക്കണം. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ എല്ലാ തടസ്സങ്ങളും, മാർഗമധ്യയുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങുവാൻ ഇടയായിത്തീരും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഇസഹാക്കിന് തക്കതായ ഒരു തുണയെ കണ്ടെത്തുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇത് ഇന്നുള്ളതായ നാം ഓരോരുത്തർക്കും ഒരു ഉദാഹരണമാണ്. ഇന്ന് നാം ലോകത്ത് നോക്കുമ്പോൾ പലരും സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സ്നേഹിച്ച് വിവാഹം കഴിച്ച് ആ വിവാഹ ജീവിതം താറുമാറായിട്ട് കാണുന്ന അനേക കഥകൾ നമുക്ക് കാണാൻ കഴിയും.
പലരും വിവാഹ മോചനത്തിൽ എത്തിച്ചേർന്നതായ കഥകൾ വരെയുണ്ട്. പലരും ആത്മഹത്യ ചെയ്തതായ കഥകളുണ്ട്. പലരും സ്നേഹിച്ച ശേഷം അവരെ വിവാഹം കഴിക്കാതെ വരുന്നതായ സാഹചര്യം, അവരെ വിവാഹത്തിന് തടസ്സമായി തീർന്നപ്പോൾ അവരെ കൊലപ്പെടുത്തുന്നതായ രീതി വരെ നമുക്ക് കാണുവാൻ കഴിയും. ശരിയായിട്ടുള്ള രീതി നമ്മുടെ മാതാപിതാക്കളാണ് നമുക്ക് വേണ്ടി ഒരു തുണയെ കണ്ടെടുക്കേണ്ടത്. നമ്മുടെ വിശ്വാസത്തിന് തക്കതായ ഒരു തുണയെ കണ്ടെടുക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ ആയിരിക്കണം. അല്ലാതെ വരുന്നതെല്ലാം തകർന്നു പോകുവാനിടയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ശരിയായിട്ടുള്ള രീതി ദൈവം തിരുവചനത്തിലൂടെ നമ്മെ കാണിക്കുന്ന രീതിയാണ്. അതാണ് നമ്മൾ അനുഷ്ഠിച്ചു പോരേണ്ടത്. അതല്ലാതെ വേദത്തിന് വിരുദ്ധമായി നാം ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അവിശ്വാസികളെ വിവാഹം കഴിക്കേണ്ടതായി വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് തന്നെ അത് കോട്ടമായി ഭവിക്കും. ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ ദൈവം മണവാട്ടിയെ സ്നേഹിക്കുന്നു. അതുപോലെ നാം ദൈവത്തെ ശരിയായ വണ്ണം സ്നേഹിക്കുവാൻ, അത് എങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുമോ ആ രീതിയിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിലൂടെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അതുപോലെ ദൈവത്തിന് വേണ്ടി നാം പ്രവർത്തിക്കുന്നത്, ഏതെല്ലാം രീതിയിൽ ദൈവത്തോട് സ്നേഹം പ്രദർശിപ്പിക്കുവാൻ കഴിയുമോ ആ രീതിയിലെല്ലാം നാം മുന്നോട്ട് പോകണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ചത്തെ പാഠം: ഇസ്രായേൽ മക്കൾ ദൈവത്തോട് പാപം ചെയ്തു, പരസംഗം ചെയ്തു. ഏകദേശം അനേക വർഷത്തോളം ദൈവത്തിൻ്റെ വചനത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു. ദൈവം അവരെ വീണ്ടും വീണ്ടും അവരെ ദൈവത്തോട് കൂട്ടിച്ചേർത്ത് കൊണ്ടേയിരുന്നു. ദൈവം ഒരു കാലം വച്ചിട്ടുണ്ട്. ആ കാലപരിധി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ നാഴിക അവസാനിക്കുമ്പോൾ നമ്മോടുള്ളതായ ദയ അവിടെ അവസാനിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയും. ദൈവം നമ്മോട് ദീർഘമായി ക്ഷമിക്കുന്നവനാണ്. ദൈവം കരുണയുള്ളവനാണ്. ദൈവം വിശ്വസ്തതയുള്ളവനാണ്. 1000 തലമുറ വരെ ദൈവം വിശ്വസ്തത കാണിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മറിച്ച് നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ, ദൈവത്തെ സ്നേഹിക്കാതെ ഇരിക്കുമ്പോൾ തീർച്ചയായും ഒരു കാലം വരുമ്പോൾ നാം നിത്യമായി മരിക്കത്തക്ക രീതിയിൽ നമുക്ക് ന്യായവിധി ഉണ്ടാകും. ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വ്യാഴത്തെ പാഠം: മഹാവേശ്യ വിധിക്കപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 1 മുതൽ 9 വരെ നാം വായിക്കുമ്പോൾ, അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത്: ഹല്ലേലൂയ! രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തൻ്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുകൊണ്ട് അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ, അവളെ പുക എന്നേക്കും പൊങ്ങുന്നുവെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വേശ്യാവൃത്തി ചെയ്ത, പരസംഗം ചെയ്ത സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ സഭയെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ, യേശുവിൻ്റെ വിശ്വാസം കാത്തുകൊള്ളാതെ ജീവിച്ചതായ പ്രസ്ഥാനം, മുന്നോട്ട് പോയ പ്രസ്ഥാനത്തെക്കുറിച്ച്, സഭയെക്കുറിച്ചാണ് ഇവിടെ വെളിപ്പാടുകാരനായ യോഹന്നാൻ വർണ്ണിക്കുന്നത്. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെല്ലാം ദൈവത്തിൻ്റെ ന്യായവിധിയിലൂടെ കടന്നു പോകും. അവർക്ക് ശിക്ഷ ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയും. ഈ വചനത്തിലൊന്ന് അഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. സ്വർഗത്തിൽ ചെറിയവനില്ല. അതെപ്പോഴും നാം മനസ്സിലാക്കണം. അതിനർത്ഥം സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വെളിപ്പാട് പുസ്തകം 19:9 വായിക്കുമ്പോൾ, പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നെഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്ന് എന്നോട് പറഞ്ഞു. ഇവിടെ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ
എന്ന് പറയും. ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻ. ആരാണ് ക്ഷണിക്കപ്പെടുന്നവർ? അപ്പോൾ അത് നാം ചോദിക്കുമ്പോൾ ദൈവകൽപ്പനയും യേശുവിലായ വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാർ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ച വിശുദ്ധ കന്യക, വിശുദ്ധ സഭ, അവരെയാണ് ദൈവം കൂട്ടിച്ചേർക്കുന്നത്. മുൻപേ ഞാൻ പറഞ്ഞ പോലെ 10 കന്യകമാരുടെ ഉപമയിലൂടെ നാം പഠിക്കുന്നത് അതാണ്. 5 കന്യകമാർക്ക് വിളക്കോടുകൂടെ എണ്ണയുണ്ടായിരുന്നു. ഈ വിളക്ക് ദൈവത്തിൻ്റെ വചനത്തെ സൂചിപ്പിക്കുന്നു, എണ്ണ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. നാം പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപം, എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. ആ പ്രകാശമായിട്ടുള്ള വചനത്തെ നാം ദിനം പ്രതി പഠിക്കുകയാണെങ്കിൽ മാത്രമേ പാപം ചെയ്യാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ ജീവിതം നമുക്ക് കഴിക്കുവാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ ജീവിതം കഴിച്ചുവെങ്കിൽ മാത്രമേ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് പങ്കുചേരുവാൻ അല്ലെങ്കിൽ ക്ഷണിക്കപ്പെടുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം പഠിച്ച് നിശ്ചയമുള്ളവരായി, ദൈവത്തിൽ വിശ്വാസമുള്ളവരായി നാം വായിക്കുന്ന കാര്യങ്ങളെ പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. ദൈവം നമ്മെ വിശുദ്ധീകരിക്കും. അങ്ങനെ വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടു കൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ഈ കുഞ്ഞാടിൻ്റെ വിവാഹ സദ്യയിൽ ചെല്ലുവാൻ പറ്റൂ. അങ്ങനെയുള്ളവരെ മാത്രമേ ദൈവം ക്ഷണിക്കുകയുള്ളൂ. വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന്, ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ്. അപ്പോൾ വിശുദ്ധ വസ്ത്രം ഉള്ളവർക്ക് മാത്രമേ ഈ കുഞ്ഞാടിൻ്റെ സദ്യയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയൂ. കർത്താവ് വന്ന് നോക്കുമ്പോൾ വിശുദ്ധ വസ്ത്രം കണ്ടില്ല എങ്കിൽ ദൈവം അവിടെ നിന്ന് ഇറക്കി വിടുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ അതിനൊരു ഉദാഹരണം കിടപ്പുണ്ട്. യജമാനൻ വന്നപ്പോൾ മുഷിഞ്ഞ വേഷം ധരിച്ച ഒരു മനുഷ്യൻ ഇരിക്കുന്നത് കണ്ടു എന്നാണ്. അവൻ എന്ത് ചെയ്തു? ആ കല്യാണ അതിൽ നിറക്കി വിട്ടു എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. ഇവിടെ മണവാട്ടി ദൈവത്തിൻ്റെ സഭയാണ്, മണവാളൻ ദൈവമാണ്. മണവാളൻ വരുമ്പോൾ മണവാട്ടി വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ വേണം ഇരിക്കുവാൻ, ഒരുക്കമുള്ളവളായി വേണം ഇരിക്കുവാൻ. ഇല്ലെങ്കിൽ മണവാളനോടുകൂടെ പോകുവാൻ മണവാട്ടിക്ക് സാധിക്കില്ല. ഇവിടെ ഈ വിവാഹ ജീവിതത്തിലൂടെ ലോകാന്ത്യത്തിൽ നടക്കുന്നതായ കാര്യങ്ങളാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഭർത്താവിനായി കാത്തിരിക്കുന്നതായ മണവാട്ടി, അല്ലെങ്കിൽ തൻ്റെ മണവാളന് വേണ്ടി കാത്തിരിക്കുന്നതായ മണവാട്ടി, മണവാളൻ വരുന്ന സമയം അറിഞ്ഞില്ല എങ്കിൽ, മണവാളൻ വരുന്ന സമയം അറിഞ്ഞ് ഒരുക്കമില്ലാത്തവളായിരുന്നാൽ വിവാഹ സദ്യയിൽ പ്രവേശിക്കുവാൻ കഴിയാതെ പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരു സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവൻ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായവരുടെ കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അപ്പോൾ ഇവിടെ പഴയ കാര്യങ്ങൾ കഴിഞ്ഞുപോയി, എല്ലാം ദൈവം പുതുതാക്കി തീർക്കും. ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിയിൽ വരും. അന്ന് വേശ്യാവൃത്തിയിൽ ആയിരുന്നവർ, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചവർ എല്ലാവർക്കും ശിക്ഷാവിധി ഉണ്ടാകും. മറിച്ച് ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം ഒരുക്കുന്നതായ വിശുദ്ധ നഗരത്തെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന നഗരം ഭർത്താവിനാൽ അലങ്കരിച്ച മണവാട്ടിയെ പോലെ
ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന് പറഞ്ഞിരിക്കും. ദൈവത്തിൻ്റെ കൂടാരം, ദൈവം അവരോട് കൂടെ ഇരിക്കും. ഇന്ന് നാം നേരിടുന്ന എല്ലാ പ്രതികൂലങ്ങൾ, എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ടാവും. ദൈവത്തിൻ്റെ കൂടാരം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കും. ദൈവത്തിന് നമ്മോട് കൂടെ വസിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. മുൻകാലങ്ങളിൽ തന്നെ ദൈവത്തിന് തൻ്റെ ജനത്തോട് വസിക്കണം എന്നുള്ളതായ ആഗ്രഹമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയുള്ളതാക്കണം. നാം വിശുദ്ധരായി തീരണം. നാം വിശുദ്ധരായി തീരണമെങ്കിൽ നമ്മുടെ മാനുഷിക ബലഹീനത കൊണ്ട് നമുക്ക് സാധിക്കില്ല. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. കർത്താവായ യേശുവിനെ പൂർണ്ണമായി ആശ്രയിച്ച് നാം മുന്നോട്ട് പോയെങ്കിൽ തീർച്ചയായും നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതോട്ടം മുന്നോട്ട് പോകണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ യേശുവാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും യേശുവാണ്. അതുകൊണ്ട് യേശുവിനെ നോക്കിക്കൊണ്ട് വേണം നമ്മുടെ ഓട്ടം മുന്നോട്ട് പോകുവാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോക ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ പഠനത്തിന് വെള്ളിയാഴ്ചത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരിക്കൽ നിങ്ങൾ വേദപുസ്തകത്തിൻ്റെ ശേഷം ഭാഗങ്ങൾ എത്രമാത്രം വിവരങ്ങൾ പ്രവചനം മനസ്സിലാക്കുന്നതിന് സഹായമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അത് കൂടുതൽ നടപ്പിലാക്കുന്നതിന് പ്രലോഭനം വരും. നൂറ്റാണ്ടിലുടനീളം ചില ക്രിസ്ത്യാനികൾ വേദപുസ്തക കഥകളിലെ പ്രതീകാത്മകതയ്ക്കും സാദൃശ്യങ്ങൾക്കും ഊന്നൽ കൊടുത്ത് യഥാർത്ഥത്തിൽ ചരിത്രപരമായ വിവരണത്തെ ഒരു കെട്ടുകഥയായി കരുതുവാൻ തുടങ്ങും. തിരുവഴുത്തിലെല്ലായിടത്തും അടുക്കോടും അർത്ഥം കാണാൻ കഴിയുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം, ദൈവത്തിന് മനുഷ്യരുൾപ്പെടുന്ന യഥാർത്ഥ സംഭവങ്ങൾ ഉപയോഗിച്ച് ഭാവിയിൽ സഭയോടുള്ള തൻ്റെ ഇടപെടലുകളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുവാൻ കഴിയും. ഉദാഹരണമായി കാനാവിലെ കല്യാണ വിരുന്ന് പ്രവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വിവാഹത്തിൻ്റെ രൂപാലങ്കാരത്തിലേക്ക് ഉൾക്കാഴ്ചകൾ നൽകിയേക്കാം. എന്നാൽ ആ വിവാഹം ഒരു അക്ഷരിക സംഭവമായിരുന്നു. വിരുന്നിന് ആവശ്യമായ കാര്യങ്ങൾ നൽകുവാൻ ക്രിസ്തുവിൻ്റെ വാക്കിന് കഴിഞ്ഞു. മനുഷ്യൻ്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിപ്പാനും അവൻ്റെ ആത്മാവിനെ പുതുക്കുവാനും നിലനിർത്തുവാനും ക്രിസ്തുവിൻ്റെ കൃപാദാനത്തിന് കഴിയും. ഇത് കർത്തൃദാസിയായ ലഞ്ചി വൈറ്റ് എഴുതിയ ഡിസയർ ഓഫ് ഏജസിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഈ വിവാഹ കാര്യങ്ങൾ അല്ലെങ്കിൽ വിവാഹം എന്നത് പ്രവാചകന്മാരിലൂടെയും ദൈവത്തിൻ്റെ ദാസന്മാരുടെയും ദൈവം നൽകിയതായ ഓരോ സദൃശ്യങ്ങളാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഓരോ സദൃശ്യങ്ങളാണ് എന്ന് നമുക്ക് ഇന്ന് പഠിക്കുവാൻ കഴിയും. ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുന്നതുമായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ സകല ചിന്താകുലവുമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് ഞങ്ങൾ പഠിച്ച പാഠത്തിനൊത്തവണ്ണം അടിയങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവ് വരെ വിശ്വസ്തതയുള്ളവരായി ജീവിപ്പാൻ കർത്താവെ അനുഗ്രഹിക്കണം. ദൈവമല്ല പനേവേശുകളായ വിശ്വാസമുള്ളവരായി അന്ത്യത്തോളം ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണം. അവിടുത്തെ കരങ്ങൾ അടിയങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. സകല മാനവും മഹത്വവും തിരുമേനി എടുക്കണം. യേശു മൂലം തന്നെ ചോദിക്കുന്ന കർത്താവെ കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.